നമസ്കാരം. എസ് വി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നാലും ഈ തൃണമൂൽ കോൺഗ്രസ്സുകാർ നമ്മുടെ അമ്പൂക്കയോട് ഇമാതിരി പണി ചെയ്യരുതായിരുന്നു. വളരെ 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 മോശമായി പോയി. അമ്പൂക്ക ഒന്നും അല്ലെങ്കിലും കത്തിക്കയറി ഇവിടെ പിണറായിസത്തെയും മരിമോനിസത്തെയും അവസാനിപ്പിക്കുമെന്ന് കഠോരമായ ശപഥം എടുത്തുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കടന്നിങ്ങനെ പുളയ്ക്കുകയല്ലായിരുന്നു. ആ പാവപ്പെട്ട മനുഷ്യനോട് തൃണമൂൽ കോൺഗ്രസിലെ മമതാ ബാനർജി മാപ്പ് പറഞ്ഞേ മതിയാകൂ. കാരണം ആ മനുഷ്യനെ ഇത്രത്തോളം കഷ്ടപ്പെടുത്താൻ വിട്ടിട്ട് എന്തിനു വേണ്ടിയാണ് ആ മനുഷ്യൻ ഇത്രത്തോളം കിടന്ന് കഷ്ടപ്പെട്ടത്? ഇല്ല ഇല്ല എന്നൊരായിരം ആവർത്തി UDF ആട്ടിപ്പായിച്ചിട്ടും അവരുടെ കാൽക്കൽ വീണ് കിടന്നുകൊണ്ട് എന്തിനാണ് ബേപ്പൂരിൽ അങ്ങനെ ഒരു സീറ്റ് തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി തരപ്പെടുത്തിയെടുത്തത്? വിജയിക്കാൻ വേണ്ടി, പിണറായിസത്തിനെതിരായി ശക്തമായ ഒരു വിജയമാക്കി അതിനെ ആഘോഷിക്കാൻ വേണ്ടി, അത് തൃണമൂൽ കോൺഗ്രസിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവലാക്കി അർപ്പിക്കാൻ വേണ്ടി. എന്നിട്ടും തൃണമൂൽ കോൺഗ്രസുകാരെ നിങ്ങൾ PV അൻവറിനോട് ചെയ്തത് വലിയൊരു ചതിയായിപ്പോയി, കൊടും ചതി. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ 2024 നവംബർ മാസം 26-ാം തീയതി ഈ പാവപ്പെട്ട മനുഷ്യൻ നിങ്ങൾക്കൊരു കത്ത് എഴുതിയിരുന്നു. ആ കത്ത് നിങ്ങൾ പരസ്യപ്പെടുത്തി. മോശമായി പോയി. എന്തായിരുന്നു? അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ആ കത്ത് എന്തിനാണ് നിങ്ങൾ പരസ്യപ്പെടുത്താൻ പോയത്? ആ കത്ത് പ്രകാരമാണ് കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഇവിടെ നേടാൻ പോകുന്ന 60-ലധികം സീറ്റായിരുന്നു. എന്ന് വെച്ചാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ കേരളം ഭരിക്കാൻ വെറും 12 സീറ്റ് അകലെ വെച്ച് മാത്രം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ PV അൻവർ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിക്ക് കേരളത്തിൽ നിന്ന് ഇത്രയും 60ഓളം വരുന്ന MLA-മാരെ ഒറ്റയടിക്ക് തൃണമൂൽ കോൺഗ്രസ് MLA-മാരെ സഭയിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു. ആ സ്വപ്നങ്ങൾക്കാണ്, നിങ്ങൾക്കുണ്ടാകാൻ പോയിരുന്ന ആ ഒരു വലിയ നേട്ടത്തിനാണ് പ്രിയപ്പെട്ട മമതാ ബാനർജി നിങ്ങൾ ഈ കൊടും ചതി നിങ്ങൾ ആ മനുഷ്യനോട് കാണിച്ചത്. ഇപ്പോ എന്ത് സംഭവിച്ചു? ആകെപ്പാടെ കിട്ടാൻ പ്രതീക്ഷയുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആകെ ബേപ്പൂരിലെ ആ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞില്ലേ? നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് നിങ്ങൾ ഓർക്കണമായിരുന്നു തൃണമൂൽ കോൺഗ്രസ്, അല്ലെങ്കിൽ മമതാ ബാനർജി. ഇനി അതല്ല കാര്യം, മമതാ ബാനർജിക്ക് ഈ പറയുന്ന ബേപ്പൂരിന്റെ എല്ലാമായി നിൽക്കുന്ന ഈ പറയുന്ന PV അൻവറിനെ അറിയില്ല എന്നുണ്ടോ? അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിയുക. PV അൻവർ എന്ന് പറയുന്ന ഒരു ദേശീയ രാഷ്ട്രീയക്കാരനെ, ദേശീയ നേതാവിനെ അറിയില്ല എന്ന് പറയുമ്പോൾ അല്പമെങ്കിലും ലജ്ജ പ്രിയപ്പെട്ട മമതാ ബാനർജി നിങ്ങൾക്കുണ്ടാകണമായിരുന്നു. എത്ര പേരുടെ ലിസ്റ്റ് അടക്കമാണ് PV അൻവർ എന്ന് പറയുന്ന ആ മനുഷ്യൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കത്തയച്ചത്? ആ കത്ത് നിങ്ങൾ പുറംകാല് കൊണ്ട് ചവിട്ടിത്തെറിഞ്ഞെറിഞ്ഞു. MK സ്റ്റാലിനെ പോലെ ഒരു നേതാവിന്റെ കാൽച്ചുവട്ടിൽ പോയിട്ട് അദ്ദേഹം ഷാലിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ തിരിച്ചിവിടെ വന്ന് അതേ പേരിൽ വേറൊരു പാർട്ടി ഉണ്ടാക്കി വളരെ ശക്തിമത്തായി നിൽക്കുന്ന ഒരു നേതാവാണ് ഈ PV അൻവർ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയി. കാരണം എന്താണ്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെയാണ്, അല്ലെ MLA-മാരെയാണ് PV അൻവർ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചത്. എന്നിട്ടും നിങ്ങൾ ആ പറയുന്ന ആഗ്രഹത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ഇവിടെ നമ്മൾ നോക്കൂ, പ്രതിഭ കായംകുളത്ത് നിന്നുണ്ടായിരുന്ന MLA, എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്? അതോടൊപ്പം തന്നെ KK രമ, വടകരയുടെ സ്വന്തം ഒഞ്ചിയത്തിന്റെ പുത്രി KK രമയായിരുന്നു വരാൻ പോയിരുന്നത്. കോവൂർ കുഞ്ഞുമോൻ RSP ലെനിൻ എന്ന് പറയുന്ന പാർട്ടിയിലുള്ള ഒരു നേതാവ്, അതും കുന്നത്തൂരിന്റെ സ്വന്തം MLA ആയിരിക്കുന്ന കോവൂർ കുഞ്ഞുമോൻ. പിന്നെയോ തോമസ് കെ തോമസ്, കുട്ടനാടിന്റെ തോമസ് കെ തോമസ്. പിന്നെയോ KP മോഹൻ, കൂത്തുപറമ്പ് MLA. ഇവരെയൊക്കെ, ഇത്രയും പ്രശസ്തരായ വ്യക്തികളെ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും പേർ എനിക്കൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ദീദി നിങ്ങളൊരു തീരുമാനം എടുക്കാതെ പോയത്? അവരിൽ അവസാനിക്കുന്നില്ല PV അൻവർ കൊടുത്ത ലിസ്റ്റ്. നമ്മൾ നോക്കിയേ, CK പത്മനാഭൻ, BJPയുടെ എല്ലാമായ നേതാവ്. പിന്നെയോ ഐഷ പോറ്റി, CPM-നോട് പിണങ്ങി ഇതാ ഇപ്പോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ മത്സരിക്കുന്നു. KN ബാലഗോപാലിനെതിരെ. നിങ്ങളുടെ കയ്യിലിരിക്കില്ലായിരുന്നോ ഐഷ പോറ്റി? ഓക്കെ. PK ശശി, ആ PK ശശിയും CPM വിട്ടിട്ട് ഇതാ ഇപ്പോ ഈ PK ശശിയാണല്ലോ തീവ്രത പറഞ്ഞ PK ശശി. ആ PK ശശി ഇതാ ഒറ്റപ്പാലത്ത് മത്സരിച്ചു. പിന്നെയോ S രാജേന്ദ്രൻ, അദ്ദേഹത്തെ ഇപ്പൊ ഉടുമ്പൻചോലയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കൂ. പിന്നെയോ കാരാട്ട് റസാഖ്, അത് പിന്നെ വരാൻ സാധ്യതയുള്ള ഒരു നേതാവാണ്. പിന്നെയോ C ദിവാകരൻ, മന്ത്രിയായിരുന്ന ആളല്ലേ, CPI-യുടെ ശക്തനായ നേതാവല്ലേ. പിന്നെയോ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ. എന്ത് കണ്ണിച്ചോരയിലെ നടപടിയാണ് ഈ പേരുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെയോ G സുധാകരൻ, ദാ ഇപ്പോ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നു. അമ്പലപ്പുഴയിൽ ജനവിധി തേടി ഫലവും കാത്തിരിക്കുന്നു. CPM-ന്റെ ശക്തനായ നേതാവല്ലായിരുന്നു G സുധാകരൻ. പിന്നെയോ IM വിജയൻ എന്നിങ്ങനെയുള്ള ആൾക്കാരുടെ ഇത്രയും പേരുടെ ലിസ്റ്റ് തന്നിട്ടും മമതാ ബാനർജി നിങ്ങളുടെ പാർട്ടി കേരളത്തിൽ വേണ്ട എന്നുറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാണോ ആ കത്തിനെ നിങ്ങൾ തിരസ്കരിച്ചത്?
എന്നിട്ട് ഏറ്റവും ഒടുവിൽ അങ്ങനെ എങ്ങനെയെങ്കിലും ബേപ്പൂരിൽ നിന്ന് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിന് ഒരു നേതാവ് ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് പിണറായിസത്തിനെയും മരുമോനിസത്തിനെയും ചെറുക്കുക എന്ന് പറയുന്ന ശക്തമായ വെല്ലുവിളിയോടുകൂടി ആ ബേപ്പൂരിൽ പോയി മത്സരിച്ചു. ആ ബേപ്പൂരിൽ മത്സരിക്കുന്ന ആ സ്ഥാനാർത്ഥി അവിടെ നിന്നപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? തൃണമൂൽ കോൺഗ്രസ്സുകാര് പിന്തുണ വരെ പിൻവലിച്ചു. നിങ്ങൾ ചിഹ്നം പോലും അനുവദിച്ച് നൽകിയില്ല മത്സരിക്കാൻ. ഇതൊക്കെ പി വി അൻവർ എന്ന് പറയുന്ന നേതാവിനോട് ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി കാണിച്ച ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്, അഹമ്മതിയാണ്, അഹന്തയാണ്. അത് പാടുണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾക്കൊരു MLA കിട്ടിപ്പോയേനെ, അതും ശക്തനായ ഒരു MLA കിട്ടിപ്പോയേനെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് അതിനൊരു മറുപടി ഒരുപക്ഷെ ദീദിക്ക് പറയാനുണ്ടാവില്ല. ദീദിക്ക് ഒരുപക്ഷെ പറയാം, എനിക്ക് ആരാ പി വി അൻവർ എന്ന് ചോദിക്കുമായിരിക്കും. കാരണം സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്നും പിന്നീട് DAC-യിലേക്ക് പോകുന്നു, പിന്നെ സ്വതന്ത്രനായി മാറുന്നു, പിന്നീട് ഇടതുപക്ഷ സ്വതന്ത്രനായി മാറുന്നു, പിന്നീട് ഇടതുപക്ഷത്തെ തള്ളിപ്പറയുന്നു, ചീത്ത വിളിക്കുന്നു, പുലഭ്യം പറയുന്നു, പിന്നീട് അവിടെ ചാടി UDF-ൽ ചേരാൻ DMK ഉണ്ടാക്കാൻ നോക്കുന്നു, പിന്നീട് DMK എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്നു, ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതൊന്നും ഫലിക്കാതെ വന്നപ്പോഴാണ് അവിടേക്ക് വന്നത്. ഇപ്പോൾ എന്ത് പറ്റി? ഈ പറയുന്ന 15-ാം തീയതി ഈ തമ്പുരാനായ നേതാവ് ഇപ്പൊ അതാ പുതിയ രാഷ്ട്രീയ പാർട്ടി അനൗൺസ് ചെയ്യാൻ പോവാണെന്നുള്ള വാർത്ത നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തു കഴിഞ്ഞതാണ്. എന്തുകൊണ്ടായിരിക്കാം പി വി അൻവറിന് ഒരു ജനവിധിക്ക് ഫലം എത്തും മുൻപ് തന്നെ ഈ രീതിയിലുള്ള ഒരു നീക്കം നടത്താനുള്ള പ്രധാന കാരണം ഉണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പി വി അൻവറിന് അറിയാം തോറ്റു തുന്നമ്പാടുമെന്ന്. കാരണം അവിടെ മത്സരിക്കാൻ പോയത് ബേപ്പൂർ എന്ന് പറയുന്നത് പി വി അൻവർ എത്രയിട്ട് വർഗീയതയിട്ട് ഇളക്കിയാലും ശരി ഇളകാത്ത ശക്തമായ ഉരുക്കു കോട്ടയാണ് ഇടതുപക്ഷത്തിന്റെ. ആ കോട്ട ഇളക്കാൻ പി വി അൻവർ ഇനി പിണറായിസത്തിനെതിരാണെന്നോ മരുമോനിസത്തിനെതിരാണെന്നോ എത്ര കണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല. ചാലിയം കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ നിന്നുകൊണ്ട് അവിടെ വികസനമില്ല എന്ന് എത്ര തവണ അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചാലും പ്രിയ അമ്പൂക്ക, നിങ്ങൾക്ക് അവിടെ തെറ്റുപറ്റും. കാരണം ചാലിയം കടപ്പുറത്ത് വികസനമുണ്ട്, ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ അവർക്ക് വിശ്രമിക്കാൻ വരെ സ്ഥലം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിൽ ആ മന്ത്രിയുടെ പേര് അല്ലെങ്കിൽ അവരുടെ MLA-യുടെ പേര് PA മുഹമ്മദ് റിയാസും തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ ഒരു ലിസ്റ്റിനകത്ത് ഇത്രയും പേരുടെ ലിസ്റ്റ് വന്നില്ലേ? എത്ര പേരെ അവരുടെ പാർട്ടിക്കുള്ളിൽ ചൂണ്ടാൻ കഴിയുമായിരുന്നു ഈ പറയുന്ന പി വി അൻവറിന്? പ്രവീത് എന്ന് പറയുന്ന കായംകുളത്തിന്റെ MLA ഇപ്പൊ നിലവിൽ MLA ആണ്. ജനവിധി കാത്തിട്ട് റിസൾട്ടിനായി ഫലത്തിനായി കാത്തിരിക്കുന്നു. ആ MLA ഇളക്കിക്കൊണ്ടുപോകാൻ, ഇടതുപക്ഷത്തിൽ ഇളക്കിക്കൊണ്ടുപോകാൻ പി വി അൻവറിന് ചങ്കൂറ്റം ഉണ്ടായിരുന്നു. KK രമ എന്ന് പറയുന്ന ഒരു നേതാവിനെ RMB-യിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടുപോകാൻ ചങ്കൂറ്റം ഉണ്ടായിരുന്നു. KK രമ പറഞ്ഞല്ലോ, ഞാനുമായി യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടത്തിയിട്ടില്ല, ഒരു പ്രാഥമിക ചർച്ച പോലും ഇക്കണ്ട നേതാക്കന്മാരുമായി നടത്താതെ പിന്നെ എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് പി വി അൻവർ ഇങ്ങനെ ഒരു കത്ത് അവർക്ക് അയച്ചത്? ആരെങ്കിലുമായും ഏതെങ്കിലും ഒരു നേതാവുമായും, ഒരുപക്ഷെ CK പത്മനാഭനെ പോലെ ഒരു നേതാവുമായിട്ടോ C ദിവാകരനെ പോലെയോ ഷിബു ബേബി ജോൺ ചവറയിൽ മത്സരിക്കുകയാണെന്ന് RSPയുടെ. അപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു നേതാവുമായി ഒരു കൃത്യമായ ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കാരാട്ട് റസാഖുമായിട്ട് നടത്തിയിട്ടുണ്ടാവും, വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായിട്ട് നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏത് നേതാവുമായിട്ട് ഒരു ചർച്ച നടത്തിയതിനു ശേഷമാണോ ഇങ്ങനെ ഒരു വിവരം പുറത്തേക്ക് വിട്ടത്? കോവൂർ കുഞ്ഞുമോൻ സ്വന്തം മണ്ഡലമാണ് കുന്നത്തൂര്. ആ കുന്നത്തൂർ മണ്ഡലം സ്വന്തം തട്ടകമായി കൊണ്ടു നടക്കുന്ന RSP ലെനിനിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവാണ്, ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷിയിൽപ്പെട്ട ഒരു നേതാവാണ്. ആ കുന്നത്തൂര് കളഞ്ഞിട്ട് ഈ DMK-യുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് ഈ പറയുന്ന കോവൂർ കുഞ്ഞുമോൻ വരുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടനാണോ പ്രിയ അമ്പുക്ക നിങ്ങൾ? ഇതിൽ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ അടർത്തിക്കൊണ്ട് പോകാൻ കഴിയുമോ? C ദിവാകരനെ അടർത്തിക്കൊണ്ട് CPL നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമായിരുന്നോ? ഇല്ല. അപ്പോൾ ഈ പറയുന്ന നേതാക്കന്മാരുമായി പ്രാഥമിക ചർച്ച പോലും നടത്താതെ ഈ സ്വയം അപഹാസ്യനായ ഒരു നേതാവാണ് പി വി അൻവർ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് പിണറായിസം എന്ന് 1000 വട്ടം പറഞ്ഞ് തഴമ്പിച്ചു പോയി. ആ മനുഷ്യനോടുള്ള, പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുള്ള വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മരുമകനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനോട് പോലുമുള്ള ആ വൈരാഗ്യവും ശത്രുതയും കാരണം മനസ്സും മരവിച്ചു പോയ ഒരു നേതാവാണ് പി വി അൻവർ നിങ്ങൾ. അല്ലെങ്കിൽ ബുദ്ധി മുരടിച്ചു പോയവരാണ് നിങ്ങൾ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധജടിലമായ കത്ത് ഒരിക്കൽ പോലും തൃണമൂൽ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന് നിങ്ങൾ അയക്കില്ല. എന്നിട്ട് ആ കത്ത് കണ്ടു എന്നുള്ള വിവരം പോലും പി വി അൻവറെ നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല. പല പാർട്ടികളിൽ ചാടി മറിഞ്ഞ് തലതുള്ളി നിൽക്കുന്ന പി വി അൻവറിനെ പോലെ ഒരാളിനെ ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിടത്ത് MLA ആയിരിക്കുന്ന സമയത്ത് ആ
മുഖ്യമന്ത്രിയോട് ഉടക്കുക, മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും ചീത്ത വിളിക്കുക, എന്നിട്ട് ഒരു മന്ത്രി, അതേ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ പുലഭ്യം പറയുക. മറ്റൊരു കാര്യം എന്താണ്, ഇവിടുന്ന് കസ്റ്റംസുകാർ പിടിക്കാതെ വിടുന്ന സ്വർണം വഴിയിൽ വെച്ച് ഡാൻസ് ഓഫ് ടീം പിടിക്കുന്നു. ഇതിനെതിരെ എന്തൊക്കെയാണ് പറയുന്നത്? എന്നുവെച്ചാൽ കസ്റ്റംസ് ഒഴിവാക്കി വിടുകയാണ്, പിടിക്കാതെ. എവിടെ? കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇത് വഴിയിലിട്ട് പോലീസ് പിടിക്കുന്നു. ഇതിനെതിരെ സമരം ചെയ്തു. ഇതിനെതിരെ കള്ളക്കടത്തുകാരെ കൊണ്ടുവന്ന് ഇന്റർവ്യൂ കൊടുത്തവരെ മഹാനാണ് ഈ പറയുന്ന PV അൻവർ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതിന്റെയൊക്കെ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയിട്ടുള്ളതിന്റെയൊക്കെ ഒരു ട്രാൻസ്ലേറ്റഡ് വെർഷൻ ഈ പറയുന്ന മമതാ ബാനർജി കണ്ടിട്ട് നിങ്ങളുടെ ഈ പറയുന്ന PV അൻവറിന്റെ തലക്കിട്ട് കൊട്ടിയേനെ. ഇനി മേലെ ഈ വഴിക്ക് കണ്ടുപോയത് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പേര് ദുരുപയോഗം ചെയ്യുന്ന പേരിൽ ഒരുപക്ഷെ ആ പാർട്ടി മമതാ ബാനർജി നിങ്ങൾക്കെതിരെ PV അൻവറിനെതിരെ കേസ് കൊടുത്തേനെ. അതാണ് അവസ്ഥ. എന്നിട്ട് പറയുകയാണ് വീണ്ടും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. കോൺഗ്രസിനൊപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ കിടന്ന് പുളയ്ക്കാൻ പോവുകയാണ്, രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കാൻ പോവുകയാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. കേരള രാഷ്ട്രീയത്തിൽ PV അൻവറിന്റെ യുഗം അവസാനിച്ചു എന്ന് തന്നെ കരുതുന്നതാണ് ശരി. അതാണ് ശരിക്കും സംഭവിച്ചത്. അതിൽ നിന്നുണ്ടായ ഇത്തവണ കേരളത്തിൽ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന അത് മുഹമ്മദ് റിയാസിന് മുന്നിൽ പരാജയപ്പെടുന്നത് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് എന്ന് പറയേണ്ടി വരും. ആ തോൽവിയിൽ ഭയന്നിട്ടാണ് കേരളത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള, മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരേ ഒരു ഉപായമായി മാത്രമാണ് ഇപ്പോൾ PV അൻവർ ഈ ഒരു തീരുമാനത്തെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.